കേരള സർവകലാശാല സെനറ്റ് വിഷയത്തിൽ വീണ്ടും സർക്കാർ ഗവർണർ പോര് രൂക്ഷം. സെനറ്റ് യോഗത്തിൽ താൻ പങ്കെടുത്തത് നിയമവിരുദ്ധമെങ്കിൽ ഗവർണർക്ക് കോടതിയെ സമീപിക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തിക്കാട്ടുകയാണ് ഗവർണറെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോ ചാൻസലർ എന്തായാലും പ്രോട്ടോകോൾ അനുസരിച്ച് വൈസ് ചാൻസലറേക്കാൾ മുകളിലാണല്ലോ. ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അത് യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത്. നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്ന കേരളത്തിൻ്റെ ഇതുവരെ സമാർജിച്ച നേട്ടങ്ങളെയൊക്കെ ഇകഴ്ത്തി പറയുക നിരന്തരം ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് കേരളത്തിനോട് എത്ര താല്പര്യം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. സെനറ്റ് യോഗത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ വിശദീകരിക്കാൻ VC മോഹനൻ കുന്നുമ്മൽ ഇന്ന് ഗവർണറെ കാണും. ഉച്ചയ്ക്ക് 12:30 രാജ്ഭവനിലാണ് കൂടിക്കാഴ്ച. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, ആദ്യം മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. ഇവിടെ ഈ പ്രോ ചാൻസലർ എന്ന നിലയിൽ അധ്യക്ഷം വഹിക്കാൻ നിയമപരമായ ഒരു തടസ്സവുമില്ല എന്ന് തന്നെയാണോ മന്ത്രി ആവർത്തിക്കുന്നത്? വേണു, കേരള സർവകലാശാല റെഗുലേഷൻസ് ചട്ടങ്ങൾ എല്ലാം അനുസരിച്ച് ചാൻസലറും പ്രോ ചാൻസലറും സെനറ്റ് അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് യോഗത്തിൽ പങ്കെടുക്കുന്നതിനോ അതോടൊപ്പം തന്നെ അധ്യക്ഷം വഹിക്കുന്നതിനോ യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. അതുതന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചതും. പ്രോ ചാൻസലർ എന്നുള്ളത് വൈസ് ചാൻസലറേക്കാൾ മുകളിലുള്ള പദവിയാണ്. സ്വാഭാവികമായും യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ചാൻസലറുടെ അഭാവത്തിൽ, ചാൻസലർ ഇല്ലെങ്കിൽ പ്രോ ചാൻസലർ തന്നെയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. ആ ഒരു തരത്തിലാണ് താൻ അതിനകത്ത് സെനറ്റ് യോഗത്തിൽ അധ്യക്ഷ വഹിച്ചത് എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ നൽകുന്ന വിശദീകരണം. മാത്രമല്ല, സർക്കാർ നിലപാടും ഇത് തന്നെയാണ്. ഇതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് കേരള സർവകലാശാല നിയമത്തിലെ ചട്ടങ്ങളാണ്. ഈ ചട്ടങ്ങൾ പ്രകാരം സെനറ്റ് അംഗമായിരിക്കുന്ന പ്രോ ചാൻസലർക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പാടില്ല, മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതനുസരിച്ച് തന്നെ മന്ത്രി പ്രവർത്തിച്ചു. ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടിയും ഉണ്ടായിട്ടില്ല, കീഴ്വഴക്കങ്ങളുടെ ലംഘനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരും മന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നത്. വേണു, ഗിരീഷ്, VC എന്ത് നിലപാടാണ് ഗവർണറെ അറിയിക്കുക? പ്രത്യേകിച്ചും 2 നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് ഗവർണർ കടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ? വേണു, ഇക്കാര്യത്തിൽ കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലുണ്ടായ കാര്യങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ് ഗവർണറും അതോടൊപ്പം തന്നെ VCയും ഇന്ന് നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഉച്ചയ്ക്ക് 12:30 രാജ്ഭവനിലാണ് VC ഗവർണറെ കാണുന്നത്. ഏതായാലും കഴിഞ്ഞ സെനറ്റ് യോഗത്തിൽ വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എടുത്ത നിലപാട് അത് ഗവർണറെ അറിയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം ഈ യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമാണ് എന്ന നിലപാട് തന്നെയാണ് VCക്കുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ ആ സെനറ്റിന് അധികാരമില്ല എന്നുള്ളതും VC ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഒരു പ്രത്യേക അജണ്ട പ്രകാരമാണ് ഈ യോഗം ചേർന്നത്. സെനറ്റ് യോഗം ഇത്തരത്തിലൊരു പ്രത്യേക അജണ്ട വെച്ച് ചേരുമ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നതിനോ കഴിയില്ല എന്ന VC നിലപാടെടുത്തിരുന്നു. ഇതേ നിലപാട് തന്നെയായിരിക്കും VC ഇന്നത്തെ കൂടിക്കാഴ്ചയിലും ആവർത്തിക്കുക. മാത്രമല്ല, ഈ സെനറ്റ് യോഗത്തിൽ നടന്ന നാടകീയ രംഗങ്ങൾ, അതോടൊപ്പം തന്നെ നടുത്തളത്തിലിറങ്ങിയുള്ള ബഹളങ്ങൾ, ഇതെല്ലാം തന്നെ VC ഇന്ന് ഗവർണർക്ക് വിശദീകരിക്കും. ഗിരീഷ്, 2 പേരുകൾ ഈ VCയുടെ നോമിനികളും അതുപോലെ തന്നെ UDFും പറഞ്ഞിരുന്നല്ലോ, ആ പേരുകൾ നൽകുക, അതാണ് അജണ്ട സെനറ്റ് യോഗത്തിന്റെ. ആ പേരുകൾ നൽകുക എന്നതിലേക്ക് VC കടക്കുമോ? വേണു, ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പവും അവ്യക്തതയും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് നിയമപരമായ ചില പ്രശ്നങ്ങൾ കൂടിയാണ്. കാരണം ഈ 2 പേരുകൾ ഉയർന്നു വന്നു. വേണു പറഞ്ഞ പോലെ UDF അംഗങ്ങൾ ഡോക്ടർ ദിലീപ് കുമാറിൻ്റെ പേര് ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഇത് ഉന്നയിച്ചു. ഇദ്ദേഹത്തെ സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയായി പരിഗണിക്കണം എന്നുള്ളതായിരുന്നു UDF അംഗങ്ങളുടെ ആവശ്യം. ഗവർണറുടെ നോമിനികളായി വന്നവരാകട്ടെ MKC നായരുടെ പേരാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ അപ്പോഴും ഈ 2 പേരുകളും സെനറ്റ് യോഗം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. സെനറ്റിൻ്റെ ഭൂരിപക്ഷം അനുസരിച്ച് സെനറ്റ് ഇത് അംഗീകരിക്കുകയോ പാസ്സാക്കുകയോ ചെയ്തിട്ടില്ല. സ്വാഭാവികമായും ഇക്കാര്യത്തിൽ 2 പേരുകൾ ഉയർന്നു വന്നു. അത് ഇത്ര പേരുകളാണ് എന്നുള്ളത് VC ഗവർണർക്ക് മുമ്പിൽ അവതരിപ്പിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് ആരെ നിയമിക്കണം, ആരായിരിക്കണം പ്രതിനിധി എന്നുള്ള കാര്യത്തിൽ VCക്ക് നിലപാട് പറയാൻ കഴിയില്ല. കാരണം സെനറ്റ് ഒരു കാര്യം പാസ്സാക്കാത്ത കാലത്തോളം ഈ സെനറ്റിൻ്റെ തീരുമാനമായി ഒരു പേര് നിർദ്ദേശിക്കാൻ VCക്ക് കഴിയില്ല. ഈ 2 പേരുകൾ ഉയർന്നു വന്നത് അദ്ദേഹത്തിന് ചൂണ്ടിക്കാട്ടാം. ഇക്കാര്യത്തിൽ ഗവർണറുടേതാണ്
ശേഷമാണ് അന്തിമ തീരുമാനം. കാരണം ഇത്തരം നിയമവിരുദ്ധ നടപടികൾ ഈ സെനറ്റ് യോഗത്തിൽ നടന്നു എന്ന് ഗവർണർക്ക് നിയമപ്രകാരം ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കഴിഞ്ഞ സെനറ്റ് യോഗം റദ്ദാക്കാം. മാത്രമല്ല പുതിയ സെനറ്റ് യോഗം വിളിക്കാൻ VCക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യാം. ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ ഗവർണറുടെ നോമിനികൾ ഇപ്പോൾ ഗവർണറെ കാണുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ അംഗങ്ങൾ ശക്തമായ നിലപാടുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ കടക്കും. വേണു. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.